ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് എളുപ്പത്തിൽ ചൂര അച്ചാറിട്ടാലോ. അതിനായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചൂരയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് ഒന്ന് 10 മിനിറ്റ് വെക്കുക കേട്ടോ. അതിനുശേഷം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് പച്ചമണം മാറുമ്പോഴത്തേക്കും കുറച്ച് വിനെഗറും 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളവും ഒഴിക്കുക കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ ഇടുക കേട്ടോ. ആവശ്യത്തിന് കായപ്പൊടി ഇടുക. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും. ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ 2-3 ദിവസമൊക്കെ അച്ചാർ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ അച്ചാർ കൊതിയന്മാരാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ, 1 മാസത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. മീനച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ രാത്രിത്തേക്കുള്ള ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. ഫുഡിനുള്ള കറികൾ ഇതൊക്കെയാണ് കേട്ടോ. പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചിയതാണ്. അതേപോലെ തന്നെ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വരാലാണ് കേട്ടോ. അത് നല്ല കുരുമുളകിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആദ്യം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു പണി ഒപ്പിച്ചുണ്ടാ വന്നേക്കുന്നത്. ഒരു TT എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ TT എടുക്കേണ്ടി വന്നില്ല. ഒരു ഓയിൽമെൻറ്റ് തന്നു. 5 വയസ്സിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.